നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഭക്തിയുടെ പ്രഭ ചൊരിഞ്ഞ കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. രഥസംഗമത്തിന് സാക്ഷിയായി ജനസാഗരം. ആചാരവിധി പ്രകാരം അഗ്രഹാരമൂർത്തികൾ ഉപചാരം ചൊല്ലിയതോടെ അഗ്രഹാരങ്ങളിൽ ഇനി വ്രതാനുഷ്ഠാനങ്ങളുടെയും ശരണവിളികളുടെയും വൃശ്ചിക പുലരികൾ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. ഷൊർണൂർ കുഴിക്കോട്ടുകാവ് ക്ഷേത്ര സമീപത്തെ ആളൊഴിഞ്ഞ കിണറ്റിൽ നിന്നും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ക്യാമറ മോഷണം ഹോബിയാക്കിയ യുവാവ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് വയനാട് മാനന്തവാടി സ്വദേശി ഫൈസൽ എന്ന ക്യാമറ ഫൈസൽ. പ്രതിയെ പിടികൂടിയത് തൃശൂർ നഗരത്തിലെ ക്യാമറ ഷോപ്പിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷണം പോയ സംഭവത്തിൽ സിറ്റി സാഗോപ് സംഘവും ഈസ്റ്റ് പോലീസും നടത്തിയ അന്വേഷണത്തിൽ. വാർത്തകൾ വിശദമായി. ദേവഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഭക്തിയുടെ പ്രഭ ചൊരിഞ്ഞ് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. രഥസംഗമത്തിന് സാക്ഷിയായി ജനസാഗരം. ആചാരവിധി പ്രകാരം അഗ്രഹാരമൂർത്തികൾ ഉപചാരം ചൊല്ലിയതോടെ അഗ്രഹാരങ്ങളിൽ ഇനി വ്രതാനുഷ്ഠാനങ്ങളുടെയും ശരണവിളികളുടെയും വൃശ്ചിക പുലരികൾ. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ത്രിസന്ധിക്കായിരുന്നു ദേവരഥ സംഗമം. രഥോത്സവത്തിന്റെ പരിപാവനമായ ദേവരഥ സംഗമത്തിന്റെ സുഹൃത ദർശനം തേടി കൽപ്പാത്തിയിലേക്ക് എത്തിയതു പതിനായിരങ്ങളാണ്. അഗ്രഹാരം നിറഞ്ഞൊഴുകിയ ജനസിദ്ധിക്കു മധ്യത്തിലൂടെ ദേവരഥങ്ങളിൽ ഒഴുകി ത്രിസന്ധിയിൽ തേരുരുട്ടിയിൽ സംഗമിച്ചതോടെ ദേവരഥ സംഗമമായി. ഭക്തിയുടെ ആരതിയൊഴിഞ്ഞ് 1000 കുപ്പകൈകളോടെ കൽപ്പാത്തി പുണ്യകാഴ്ചയെ വരവേറ്റു. അടുത്ത രഥോത്സവക്കാലം വരെ കെടാവിളക്കായി മനം നിറയ്ക്കുകയായിരുന്നു ദേവരഥ സംഗമം. 3ാം തേരുത്സവ ദിനമായ രാവിലെ മുതൽ നിറഞ്ഞൊഴുകുന്ന കൽപ്പാത്തി പുഴ പോലെയാണ് രഥോത്സവത്തിന്റെ ദർശന പുണ്യത്തിനായി അഗ്രഹാര വീതികളിലേക്ക് ജനം ഒഴുകിയെത്തിയത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, മന്ദക്കര ഗണപതി, വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമി, പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതിക്കും പുറമെ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും അഗ്രഹാര വീതികളിലൂടെ എഴുന്നള്ളി. പഴയ കൽപ്പാത്തിയിലും ചാത്തപുരത്തും രാവിലെയായിരുന്നു രഥാരോഹണം. വൈകിട്ട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും ഗണപതിയുടെയും വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമിയുടെയും തേരുകൾ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്ര പരിസരത്ത് നിന്നും പ്രദക്ഷിണം പുനരാരംഭിച്ചു. പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥം തേരുമുട്ടിയിൽ നിന്നും തിരിച്ചെഴുന്നള്ളി. ലക്ഷ്മീനാരായണ പെരുമാളിൻ്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും തേര് മന്ദക്കരയിലെത്തി തിരിച്ചെഴുന്നള്ളിച്ച് തേരുമുട്ടിയിലെത്തിയതോടെ ദേവരഥ സംഗമമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുഴിക്കോട്ടുകാവ് ക്ഷേത്ര സമീപത്തെ ആളൊഴിഞ്ഞ കിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 50-നും 60-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് പരിസരവാസികൾ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ വാളൊഴിഞ്ഞ വളപ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. 20 ദിവസം പഴക്കമുണ്ട്. ഏകദേശം 50-നും 60-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഷൊർണൂർ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ആ സമയം കറുത്ത അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. ശ്രീനാരായണപുരം ചെന്തങ്ക് ബസാർ വില്ലിനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ 61 വയസ്സുള്ള വനജ, മകൻ 38 വയസ്സുള്ള വിജേഷ് എന്നിവരെ ശനിയാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ വീടിനോട് ചേർന്നുള്ള പാചകപ്പുരയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിജേഷിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. വനജയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും പറയുന്നു. വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള മനോവിഷമത്താൽ വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ക്യാമറ മോഷണം ഹോബിയാക്കിയ യുവാവ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലായി. വയനാട് മാനന്തവാടി സ്വദേശി ഫൈസൽ എന്ന ക്യാമറ ഫൈസലാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ നഗരത്തിലെ ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷണം പോയ സംഭവത്തിൽ തൃശൂർ സിറ്റി സാഗോക്ക് സംഘവും ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ നിന്നും ക്യാമറകളും ലെൻസുകളും ഉൾപ്പെടെ 14 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. പുലർച്ചെ CCTV ക്യാമറ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ട കടയുടമ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട് പരിസരം വീക്ഷിക്കാനായി പറഞ്ഞെങ്കിലും സംശയാസ്പദമായ യാതൊന്നും കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് രാവിലെ കടയുടമ കട തുറക്കാൻ വന്ന സമയത്താണ് ക്യാമറയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. കടയുടമയുടെ പരാതിയിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണ രീതികളുടെയും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികളുടെയും വിവരങ്ങളും മറ്റും ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം കായംകുളത്തെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ മോഷണം നടത്തിയതും ഫൈസലാണെന്ന് ഇയാൾ സമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. KMA ബക്കർ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ P അബ്ദുൾ സലാം, PS ഹൈദർ ഹാജി, PV അലി, ഡോക്ടർ ബഷീർ അഹമ്മദ്, ഡോക്ടർ ബഷീർ അഹമ്മദ് ഖുറാനി, PA സുലൈമാൻ, KM ഹംസ, മുഹമ്മദ് ആറ്റൂർ, മുഹമ്മദ് ബിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സംവരണമായ വാർഡ് 4-ൽ സഹല സലീമും, വാർഡ് 13-ൽ മുംതാസ് നൌഷാദും, വാർഡ് 14-ൽ ഷാജിദ ബഷീർ, വാർഡ് 15 NK ബാലൻ, വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മുള്ളൂർക്കര ഡിവിഷൻ റൈഹാനത്ത് KM എന്നിവരാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ലഹരിക്കെതിരെ എങ്ങനെ ഒരു കുട്ടിക്ക് പ്രതികരിക്കാം എന്നതാണ് പ്രമേയം. തൃശൂർ സിറ്റി പോലീസിന്റെ സാമൂഹിക മാധ്യമങ്ങൾ വഴി റിലീസ് ചെയ്ത ചിത്രം വൈറൽ ആയിരിക്കുകയാണ്. ലോക വിദ്യാർത്ഥി ദിനത്തിൽ ഇറങ്ങിയ സർപ്രൈസ് എന്ന് പേരിട്ടിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ എന്ന കൊച്ചുമിടുക്കിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് സുധീഷ് ചേട്ടൻ ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമാണ് തോന്നി. അപ്പോൾ ഞാനതിൽ അഭിനയിച്ചു. പിന്നെ അതെന്ന് വെച്ചാൽ നല്ല ഒരു മെസ്സേജിൻ്റെ ഒരു ഇതാണ്. ലഹരിക്കെതിരെ പോരാടാനുള്ള വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ചിത്രം വിളിച്ചോതുന്നത്. സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലാസ്സിൽ പറഞ്ഞു കേട്ട് കുറിച്ചു വെച്ച യോദ്ധാവ് നമ്പർ ഉപയോഗിച്ച് ലഹരി വിൽപ്പനക്കാരെ വലയിലാക്കുന്നതാണ് പ്രമേയം. നിങ്ങളുടെ ചുറ്റിലും ഇവരിത് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാവും, ചിലപ്പോൾ തിരക്കേറിയ ഇടങ്ങളിലാവും. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ലഹരിയുടെ പിടിയിൽപ്പെട്ട് നാട്ടിലും വീട്ടിലും ഭീതി വിതയ്ക്കുന്ന സംഘങ്ങൾക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ലഹരി കടിമയായ സ്വന്തം മകനെ അമ്മയ്ക്ക് പോലീസ് ഏൽപ്പിക്കേണ്ടി വന്നത്. തൻ്റെ മകൻ സിനിമകളിലെ അക്രമങ്ങളും. നിങ്ങളൊക്കെ എന്താ അമ്മയെ പ്രതികരിക്കാത്തത്? എന്ത് പ്രതികരിക്കാത്തത്? നമുക്ക് ചുറ്റും ഓരോ കാഴ്ചകളൊക്കെ കാണുന്നത്, ലഹരി വസ്തുക്കളുടെ കച്ചവടം നടക്കണത്, പറഞ്ഞു കൊടുക്കാൻ രഹസ്യ നമ്പറൊക്കെ ഉണ്ട്. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ റെഡിയായി, മോള് പോവാൻ നോക്ക്. മുതിർന്നവർ പറയാൻ മടിക്കുന്ന കാര്യം ഒരു കുട്ടിയിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് കഥാതന്തു. തൃശൂർ അവനിശ്ശേരി സ്വദേശി സുധീഷ് ശിവശങ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നിരവധി സ്കൂളുകളിലും പൊതുവേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് നിതിൻ മോഹനനാണ്. എഡിറ്റിംഗ് ധനീഷ് ഹരിദാസും സംഗീതം M വിനയനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലപ്പുറം തിരൂരിൽ വെച്ച് നടന്ന സംസ്ഥാനതല ഗോൾഡൻ അബാക്കസ് മത്സര പരീക്ഷയിൽ 1ാം സ്ഥാനം ലഭിച്ച മണ്ണൂരിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും NCPയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ണൂരിലെ അധ്യാപിക സജിന സലാമിന്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നത്. 58 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിൽ 41 പേർക്ക് സമ്മാനം ലഭിച്ചു. 34 കുട്ടികൾക്ക് 1, 2, 3 റാങ്കുകൾ കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ നേടി പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മണ്ണൂർ യൂണിറ്റ് ഒന്നാമതായി. മണ്ണൂരിലെ അധ്യാപിക സജീന സലാമിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. NCP ജില്ലാ സെക്രട്ടറി SJN നജീബ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ
എന്താ പറയുക വളരെയധികം ഉന്നതിയിൽ എത്തിക്കാൻ കണക്ക് എന്ന് പറയുന്ന വലിയ കാഠിന്യം പിടിച്ച ഒരു പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികളിലേക്ക് അവരുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഒരു പുതിയൊരു നൂതനമായിട്ടുള്ള ഒരു ആശയമാണ് സജീൻ താത്ത ആവിഷ്കരിച്ചത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് അവർ ഈ പദ്ധതി തുടങ്ങിയത്. കോവിഡ് കാലത്ത് നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. വീട്ടിലിരുന്നു കൊണ്ട് കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ തുടങ്ങുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായി കുട്ടികളെ ഉള്ളുവെങ്കിൽ ഇന്ന് 58 കുട്ടികളെ നിരന്തരം ഓരോ സംസ്ഥാന അടിസ്ഥാനത്തിൽ എവിടെ വെച്ചാണോ പരിപാടി നടക്കുന്നത്, കോഴിക്കോടായാലും എറണാകുളമായാലും തിരുവനന്തപുരം വരെ അവർ പോയിട്ടുണ്ട്. ഈ 58 കുട്ടികളെ കൊണ്ടുപോയി വിദ്യ അഭ്യസിപ്പിച്ച് 8 മിനിറ്റിൽ അല്ലെങ്കിൽ 8 സെക്കൻഡിലൊക്കെ അവർ കൊടുക്കുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് ഓരോ കുട്ടികൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പാഠ്യപദ്ധതി പഠിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഒരു മാതൃക. അബു താഹിർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഷഫീന നജീബ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വി ഹരിദാസൻ, NS സിദ്ദിഖ്, നാരായണൻ, അബ്ദുൽ ഖാദർ, മനോജ്, ADS ഹസ്ന, ജലീൽ എന്നിവർ സംസാരിച്ചു. അധ്യാപിക സജീന സലാം നന്ദി പറഞ്ഞു. പരിശീലക സജിന സലാമിനെ രക്ഷിതാക്കൾ ഉപഹാരം നൽകി ആദരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ മണ്ഡലകാല ആഘോഷത്തിന് ഒരുക്കങ്ങളായി. ഡിസംബർ 26 വരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണയും മണ്ഡലകാലത്ത് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വയംഭൂവായ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനം നൽകി കുടികൊള്ളുന്ന അത്യപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാടാനംകുറിശ്ശിയിലെ ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രം. പൗരാണിക പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ മണ്ഡലകാല ആഘോഷം ഇത്തവണയും വിപുലമായാണ് സംഘടിപ്പിക്കുന്നത്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ വിപുലമായ പരിപാടികൾ നടക്കും. ചുറ്റുവിളക്ക്, വിശേഷ പൂജകൾ എന്നിവയ്ക്ക് പുറമെ തൃക്കാർത്തികയോടനുബന്ധിച്ച് ഡിസംബർ 4-ന് പ്രത്യേക പരിപാടികളുണ്ടാകും. തൃക്കാർത്തികയ്ക്കൊപ്പം മണ്ഡലവിളക്ക് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വിവിധ വാദ്യങ്ങൾ, നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കുന്നുണ്ട്. നവംബർ 17-ന് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും നിറമാലയും ആരംഭിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളമുണ്ടാകും. തുടർന്ന് അന്നദാനവും ഒരുക്കുന്നുണ്ട്. മണ്ഡലകാല മഹോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണമുണ്ടാകണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കിഴക്കുംപുറം മാങ്ങോട്ടിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. പാലക്കുളം ശങ്കരനാരായണൻ നമ്പൂതിരി, മണ്ണൂർ കൈമകുന്നത്തുകാവ് ക്ഷേത്രം മുൻ മേൽശാന്തി രാമകൃഷ്ണൻ എമ്പ്രാന്തിരി, ഇല്ലത്ത് കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഭക്തിയുടെ പ്രഭ ചൊരിഞ്ഞ കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. രഥസംഗമത്തിന് സാക്ഷിയായി ജനസാഗരം. ആചാരവിധി പ്രകാരം അഗ്രഹാരമൂർത്തികൾ ഉപചാരം ചൊല്ലിയതോടെ അഗ്രഹാരങ്ങളിൽ ഇനി വ്രതാനുഷ്ഠാനങ്ങളുടെയും ശരണവിളികളുടെയും വൃശ്ചിക പുലരികൾ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. ഷൊർണൂർ കുഴിക്കോട്ടുകാവ് ക്ഷേത്ര സമീപത്തെ ആളൊഴിഞ്ഞ കിണറ്റിൽ നിന്നും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ക്യാമറ മോഷണം ഹോബിയാക്കിയ യുവാവ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് വയനാട് മാനന്തവാടി സ്വദേശി ഫൈസൽ എന്ന ക്യാമറ ഫൈസൽ. പ്രതിയെ പിടികൂടിയത് തൃശൂർ നഗരത്തിലെ ക്യാമറ ഷോപ്പിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷണം പോയ സംഭവത്തിൽ സിറ്റി സാഗോപ് സംഘവും ഈസ്റ്റ് പോലീസും നടത്തിയ അന്വേഷണത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.